സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ മിന്നുന്ന ഏടാണ് കെ അജിതയുടേത്. വിപ്ലവ യൗവനത്തിൽ പോലീസിന്റെ കൊടിയ മർദ്ദനം നേരിട്ട അജിതയുടെ ചിത്രം രാഷ്ട്രീയ കേരളം മറക്കില്ല. 76-ാം വയസ്സിൽ അജിതയും അന്വേഷി എന്ന സംഘടനയും സമരവീഥികളിൽ സജീവമാണ്. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റേഷൻ വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സമരം ചെയ്താണ് തുടക്കം. പിതാവ് കുന്നിക്കൽ നാരായണന്റെയും മാതാവ് മന്ദാകിനിയുടെയും പാതയിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. പിന്നീട് കേരളം കണ്ട ജനകീയ സമരങ്ങളിൽ കെ അജിത മുൻനിരയിലുണ്ടായിരുന്നു. പെണ്ണെന്നു പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ പോരാട്ടജ്വാലയായി. 19-ാം വയസ്സിൽ കൊടിയ മർദ്ദനമേറ്റ അജിതയുടെ വിപ്ലവവീര്യം 10 മടങ്ങായി. അടിയും കിട്ടിയിട്ടത് കൂടാതെ എൻ്റെ കാലിലടിയിൽ അതായത് അട്ട കടിച്ച് പഴുത്ത് വീങ്ങി നിൽക്കുന്ന നടന്ന് അത്രയും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അതിൻ്റെ അടിയിൽ എൻ്റെ സഖാക്കളോട് ചൂരലുകൊണ്ട് അടിക്കാൻ പറഞ്ഞ ഓരോരുത്തരോട് 10 എണ്ണം വീതം. എന്നിട്ട് ഒരു അടിക്ക് ശക്തി കുറഞ്ഞാൽ ഒന്നും കൂടി അടുപ്പിക്കും. എന്നിട്ട് ശക്തി കുറഞ്ഞാൽ അവനൊരു ഇടി കിട്ടും പുറത്ത്, എന്നിട്ടാണ് അടുപ്പിക്കുക. ഇങ്ങനെയുള്ളൊരു എൻ്റെ കൂടെ പിടിച്ച സഖാക്കളെ കൊണ്ട് ചെയ്യിച്ചാണ് പോലീസ്. പിന്നെ ഒരു ലാത്തി ഇട്ടിട്ടുണ്ട് ഈ വിരലിൻ്റെ മുകളിൽ നിർത്തി. ഇങ്ങനെ ഭയങ്കര വേദന അതിന് ഈ വിരലിൻ്റെ. എന്നിട്ട് എത്രയോ കാലം നഖം പൊളിഞ്ഞു പോയിട്ട് പിന്നെ വേറെ നഖം വന്നതാണ്. എത്രയോ കാലം ആ നിറം അവിടെ കിടന്നിരുന്നു. ഇങ്ങനെ കുറേ പയറ്റിന് ചവിട്ടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ്. ബോധന എന്ന സംഘടനയുടെ പിറവി അത് പിന്നീട് അന്വേഷിയായി മാറി. സൂര്യനെല്ലി, വിതുര, ഐസ്ക്രീം പാർലർ കേസുകളിൽ തുടങ്ങി അതിജീവിതകൾക്ക് കരുത്തായി. ഇന്നിപ്പോൾ അന്വേഷിയുടെ പ്രവർത്തനം വിപുലമായി. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 20 വർഷത്തിലും മേലെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമായിട്ട് പല ഇപ്പോൾ കൗൺസിലിംഗ്, നിയമസഹായം, പിന്നെ ഷോർട്ട് സ്റ്റേ ഹോം, കമ്മ്യൂണിറ്റി വർക്ക്, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. അതുകൂടാതെ അവെയർനെസ് പ്രോഗ്രാംസ് ഞങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ ജാഗ്രതാ സമിതികൾ സജീവമാക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ മെഡിക്കൽ മേഖലയിൽ, ഹെൽത്തിൻ്റെ മേഖലയിൽ മെഡിക്കൽ കോളേജ് ബേസ്ഡ് ആയിട്ട് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഈസ് എ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല വർക്ക്ഷോപ്സ്, അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ് ഞങ്ങൾ അത്യാവശ്യം നടത്തിയിട്ടുണ്ട്. നിലവിൽ കുറച്ച് ഗ്രാൻറ്റുകളും മറ്റ് സഹായങ്ങൾ ലഭിക്കുന്നതുകൊണ്ടുമാണ് അന്വേഷിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ കൂടുതൽ പരിഗണന ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ നേരിടുന്ന സ്ത്രീകൾക്ക് പ്രശ്നപരിഹാരത്തിന്റെയും പ്രതീക്ഷയുടെയും പേരാണ് കെ അജിതയും അന്വേഷിയും. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അന്വേഷി എന്ന സംഘടന കടന്നു പോകുന്നതെങ്കിലും നീതി തേടിയെത്തുന്നവരുടെ മുന്നിൽ ഇതൊന്നും തന്നെ തടസ്സമല്ല. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അപ്പോൾ കെ അജിതയും അന്വേഷിയും അവരുടെ ഒരു അതിജീവനവും ഒക്കെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഒപ്പം തന്നെ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളിലും അത്തരമുള്ള അതിജീവനമുണ്ട്. അതിലൊന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് ആഷാവി. സിംഗപ്പൂരിൽ നിന്ന് എപ്പോഴും മെസ്സേജ് അയക്കും. അപ്പോൾ ഇന്നലെ തൊട്ട് മെസ്സേജ് അയച്ചു, ആഷയുടെ അമ്മ മരിച്ചു പോയിട്ട് 26 വർഷം. ആഷ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വർഷം തെറ്റാണെങ്കിൽ എനിക്ക് രാവിലെ വായിച്ചുകൊണ്ട് ഓർമ്മയില്ല. അത്രയും വർഷമായി. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. പിന്നീട് തീർച്ചയായിട്ടും ഒരു പോരാട്ടമാണ്. നമ്മുടെ അമ്മ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ പകുതി നമ്മൾ ഇല്ലാതായി എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു അതിജീവനത്തിൻ്റെ കഥയായിരിക്കാം ആശയ്ക്കുമുള്ളത്. അപ്പോൾ അതേപോലെ നിരവധി പ്രേക്ഷകർ നമുക്കിടയിലുള്ളവർ, നമ്മളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ച് വരുന്നവരാണ്. അപ്പോൾ ഇത്തരം അതിജീവനം എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന ആ ഒരു ആശംസയോടെ